നാട്ടുവിശേഷങ്ങൾ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ജൂൺ 3 തിങ്കളാഴ്ച വിദ്യാലയങ്ങൾ ആരംഭിക്കാൻ ഇരിക്കെ സ്വകാര്യ ബസ് ഉടമകളും ജീവനക്കാരും വളരെ ആശങ്കയിലാണ്. കാരണം വർഷങ്ങളായി വിദ്യാർത്ഥികളുടെ കൺസെഷൻ ചാർജ് കൂട്ടണമെന്ന ആവശ്യം സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടും ഇതുവരെ നടപടി ആയിട്ടില്ലെന്ന് ഓൾ കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി ഗോപിനാഥൻ പറയുന്നു. കച്ചവട സ്ഥാപനങ്ങൾ ചാർജ് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. കുട്ടികളുടെ പഠനോപകരണങ്ങൾക്കുള്ള ചാർജ് കാലാനുസൃതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സ്കൂൾ ബസ്സുകളുടെ ചാർജും കാലാനുസൃതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തേ സ്വകാര്യ ബസ് ഉടമകളുടെ ആവശ്യം സർക്കാർ പരിഗണിക്കുന്നില്ലെന്ന് ടി ഗോപിനാഥൻ ചോദിക്കുന്നു. പുതിയ അധ്യയന വർഷം തുടങ്ങുന്ന സാഹചര്യത്തിൽ വിദ്യാർത്ഥികളുടെ കൺസെഷൻ റേറ്റിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? അങ്ങനെ ഒരു പുതിയ അധ്യയന വർഷം കൂടി ആരംഭിക്കുകയാണ്. കുട്ടികൾ പുതിയ ബാഗ്, പുതിയ ഷൂസ്, പുതിയ കൊട എല്ലാം മൊത്തത്തിൽ യൂണിഫോം എല്ലാം കൂടി കുട്ടികൾ വലിയ സന്തോഷത്തിലാണ്. ഇത് കച്ചവടം ചെയ്യുന്ന ഈ കൊട കച്ചവടം ചെയ്യുന്നവരും അതുപോലെ തന്നെ ഈ ബാഗ് കച്ചവടം ചെയ്യുന്നവരും അവരും വലിയ സന്തോഷത്തിലാണ്. കാരണം പുതിയ സ്കൂൾ തുറക്കുമ്പോൾ കുട്ടികളെല്ലാവരും പുതിയ കുടകളും മറ്റു കാര്യങ്ങളും കുടയും ബാഗും പുസ്തകമൊക്കെ വാങ്ങുമ്പോൾ അവർക്കും നല്ല കച്ചവടം കിട്ടും. അപ്പോൾ അവരുടെ ഈ വാങ്ങുന്നവരെ അവരും സന്തോഷമുള്ള. കാരണം കഴിഞ്ഞ കൊല്ലത്തേക്കാൾ 10, 20, 30% വർദ്ധിപ്പിച്ചിട്ടാണ് അവർ ഈ സാധനങ്ങൾ കുട്ടികൾക്ക് നൽകുന്നത്. പിന്നെ പുതിയ സ്കൂളുകളെ സംബന്ധിച്ചിടത്തോളം സ്കൂളുകളൊക്കെ പ്രത്യേകിച്ച് ഈ സ്വകാര്യ മാനേജ്മെൻറ്റുകളിലെ സ്കൂളുകളൊക്കെ ഒരു ഫീസുകൾ വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചു. ഈ നമ്മുടെ ഈ എയ്ഡഡ് മേഖലകളിൽ ഉൾപ്പെടെയുള്ള സർക്കാരുള്ള സ്കൂളുകളിൽ പോലും PTA അവർ നടത്തുന്ന ഈ സ്കൂൾ ബസ്സുകളുടെ ഫീസുകൾ, ഞാനിപ്പോൾ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ സ്കൂൾ ബസ്സിൽ അന്വേഷിച്ചപ്പോൾ 50 രൂപ മുതൽ 100 രൂപ വരെ സ്കൂൾ ഫീസ് വർദ്ധിപ്പിക്കാൻ അവർ PTA അഭ്യർത്ഥിച്ചിരിക്കുക. 50 രൂപ 100 രൂപ വരെ എന്ന് പറഞ്ഞാൽ 100 രൂപയുടെ വർധനമുണ്ടായാൽ ഒരു കുട്ടിക്ക് ഒരു ദിവസം 4 രൂപയുടെ വർധന ഉണ്ടാവും. 25 ദിവസം യാത്ര ചെയ്യുന്ന കുട്ടിക്ക് 4 രൂപയുടെ വർധന ഒരു ദിവസം ഉണ്ടാവും. അപ്പം അങ്ങനെ മൊത്തം എല്ലാ മേഖലകളിലും വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളിലും ഫീസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലും വലിയ വർധനവുണ്ടായിട്ടും ഒരു നേട്ടവും ഇല്ലാതെ കഴിഞ്ഞ 14 വർഷക്കാലമായിട്ട് ഈ സംസ്ഥാനത്തെ കോടിക്കണക്കിന് വിദ്യാർത്ഥികളെ കൊണ്ടുപോകുന്ന സ്വകാര്യ ബസ്സുകൾക്ക് ഒരു ഗുണമില്ലാത്ത സാഹചര്യത്തിലേക്കാണ് ഇപ്പോഴും നമ്മുടെ വിദ്യാഭ്യാസ മേഖല നിലനിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു അധ്യയന വർഷം ആരംഭിക്കുമ്പോൾ ഞങ്ങൾ ബസ് ഉടമകളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഇനി മുതൽ ഞങ്ങൾക്ക് സാധാരണ യാത്രക്കാർ വിദ്യാർത്ഥികളുടെ തിരക്ക് മൂലമുണ്ടായിരുന്ന സാധാരണ യാത്രക്കാരും ഇനി ഈ ബസ്സുകളിൽ കയറില്ല. വെറും വിദ്യാർത്ഥികൾ മാത്രമായിട്ട് കൂട്ടം വലിയ 50, 100 കുട്ടികൾ കൂട്ടമായിട്ട് ബസ്സുകളിൽ കയറുമ്പോൾ സാധാരണ യാത്രക്കാർ പോലും ഞങ്ങളുടെ ബസ്സുകളെ ഒഴിവാക്കുന്നൊരു സ്ഥിതി വരും. അപ്പം ഞങ്ങൾ വലിയ പേടിയോടെയാണ് ഓരോ അധ്യയന വർഷം ആരംഭിക്കുമ്പോൾ ബസ് ഉടമകൾ വലിയ പേടിയോടെയാണ് ഈ അധ്യയന വർഷം ആരംഭിക്കുകയും ഞങ്ങൾ സർവീസ് ആരംഭിക്കുക. അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 14 വർഷക്കാലമായിട്ട് വിദ്യാർത്ഥികൾ ഇപ്പോഴും 1 രൂപയ്ക്ക് കൊണ്ടുപോകുന്ന ഞങ്ങൾക്ക് ഒരു വർധനവ് ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ പലതവണ സർക്കാരിനെ സമീപിച്ചു. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ നവംബർ മാസം ഞങ്ങളൊരു സമരത്തിന് നോട്ടീസ് കൊടുത്തിരുന്നു. ഈ സമര നോട്ടീസിന് ശേഷം അന്നത്തെ മന്ത്രി ഞങ്ങളോട് പറഞ്ഞ് ജനുവരിക്ക് മുമ്പായിട്ട് നിങ്ങളുടെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാകുമെന്ന് പറഞ്ഞ് നിർഭാഗ്യവശാൽ ജനുവരി ആവുന്നതിന് മുമ്പ് ആ മന്ത്രി രാജിവെച്ചു. മറ്റൊരു മന്ത്രി വന്നു. ആ മന്ത്രിയെ ഞങ്ങൾ പോയപ്പോൾ കണ്ടപ്പോൾ ആ മന്ത്രി പറഞ്ഞു ഞാൻ വന്നല്ലേ ഉള്ളൂ, പരിശോധിക്കട്ടെ എന്ന് പറഞ്ഞു. വീണ്ടും അദ്ദേഹത്തിനെ പോയി കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു നിങ്ങളുമായിട്ട് ചാർജ് വർദ്ധനവുമായിട്ട് ബന്ധപ്പെട്ട് ഞാനൊരു റിപ്പോർട്ട് കണ്ടു, അത് നിങ്ങൾക്ക് ഗുണമുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു, നിങ്ങളുടെ കാര്യം ഞാൻ പരിഗണിച്ച് വരികയാണെന്ന് മന്ത്രി പറയുമ്പോഴേക്കാണ് നമ്മുടെ തെരഞ്ഞെടുപ്പ് മാമാങ്കം ഇവിടെ ആരംഭിച്ചത്. ഇപ്പോൾ ഇനിയിപ്പോൾ അത് തീരണമെങ്കിൽ ജൂൺ 4 കഴിയണം. അപ്പോൾ എപ്പോഴും ഞങ്ങൾക്ക് ബസ് ഉടമകൾക്ക് ഈ വിദ്യാർത്ഥികളുടെ കൺസെഷനുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി പ്രശ്നങ്ങളാണ്. ഇപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ യാത്രാ നിരക്ക് വർധനവ് ഇവിടെ കഴിഞ്ഞ യാത്രാ നിരക്ക് വർധനവ് സമയത്ത് അന്നത്തെ മന്ത്രി പോലും പറഞ്ഞത് 2 രൂപ കൊടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് പോലും നാണക്കേടായിട്ടുള്ള സംഭവമാണ്. അതുകൊണ്ട് ഈ യാത്രാ നിരക്ക് വർധനവ് അനിവാര്യമാണെന്ന് ഇതിന് മുമ്പുണ്ടായിരുന്ന മന്ത്രി പരസ്യമായിട്ട് പറഞ്ഞ സാഹചര്യം നിലനിൽക്കുമ്പോൾ ഞങ്ങളുടെ യാത്രാ നിരക്ക് വർദ്ധിപ്പിക്കേണ്ട കാര്യം പറയുമ്പോൾ ഗവൺമെൻറ് മറ്റു എന്തൊക്കെയോ ഈ നാട്ടിൽ സംഭവിക്കാൻ പോകണമെന്ന് പറയുന്നു. ഇവിടുത്തെ
വെള്ളത്തിൻ്റെ വില വർദ്ധിപ്പിച്ചു, ഇലക്ട്രിസിറ്റിയുടെ വില വർദ്ധിപ്പിച്ചു, അരിയുടെ വില വർദ്ധിപ്പിച്ചു, പാലിൻ്റെ വില വർദ്ധിപ്പിച്ചു. എല്ലാ മേഖലകളിലും വില വർധന നടപ്പിലാക്കിയിട്ടും വിദ്യാർത്ഥികളുടെ സ്വകാര്യ ബസ്സുകൾ കയറുന്ന വിദ്യാർത്ഥികൾക്ക് കൺസെഷൻ്റെ കാര്യത്തിൽ വർദ്ധിപ്പിക്കാൻ സർക്കാർ തയ്യാറാവുന്നില്ല. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ ഞാൻ പറയുന്നത് വിദ്യാർത്ഥികളുടെ യാത്രയുടെ ക്വാളിറ്റി നഷ്ടപ്പെടുക. കാരണം ബസ്സുകളുടെ എണ്ണം ദിനംപ്രതി കുറയുക. ബസ്സുകളുടെ എണ്ണം ദിനംപ്രതി കുറയുമ്പോൾ ഇപ്പോൾ 32,000 ബസ് ഉണ്ടായിരുന്നു, ഇപ്പോൾ 7,000 എത്തി നിൽക്കുക. അപ്പോൾ ബസ്സുകളുടെ എണ്ണം കുറയും തോറും വിദ്യാർത്ഥികളുടെ യാത്രാക്ലേശം കൂടുതൽ വർദ്ധിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബസ്സുകളിൽ കയറുന്ന യാത്രക്കാരിൽ 60% വരുന്ന വിദ്യാർത്ഥികളാണ്. അതുകൊണ്ട് വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്ക് വർധനവില്ലാതെ ഈ സ്വകാര്യ ബസ് വ്യവസായം ഒരു കാരണവശാലും മുന്നോട്ട് പോകില്ല എന്ന് ഗവൺമെൻറ്റിന് അറിയാം, ഇവിടുത്തെ വിദ്യാർത്ഥി സംഘടനാ നേതാക്കൾക്കറിയാം, രക്ഷിതാക്കൾക്കറിയാം. പക്ഷേ ഈ മേഖലയുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ സർക്കാർ എപ്പോഴും വിദ്യാർത്ഥികളെ യാത്രാ നിരക്ക് വർദ്ധിപ്പിക്കാൻ മടികാട്ടാണ്. കഴിഞ്ഞ 14 വർഷമായിട്ട് ഞങ്ങൾ നടത്തുന്നതാണ്. 1 രൂപയ്ക്ക് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന കാര്യം എന്താണ്? വിദ്യാർത്ഥി യാചകർ പോലും 1 രൂപ കൊടുത്താൽ വാങ്ങാണ്ടായിട്ട് 4-5 കൊല്ലമായി. ഈ വിദ്യാർത്ഥികൾ ഉപയോഗിക്കുന്ന ശൗചാലയങ്ങൾ സംസ്ഥാന സർക്കാർ ഉടമസ്ഥയിലുള്ള ശൗചാലയങ്ങളിൽ പോലും 5 രൂപയും 10 രൂപയും കൊടുത്തിട്ടാണ് വിദ്യാർത്ഥികൾ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റുന്ന ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ ബസ് കയറിയാൽ ഇപ്പോഴും 1 രൂപ കൊടുക്കണം എന്നുള്ളത് മാറ്റിയേ പറ്റൂ. അത് മാറ്റാത്ത സാഹചര്യം ഉണ്ടായാൽ സംസ്ഥാനത്ത് സ്വകാര്യ ബസ്സുകൾ ഇനി അധികം കാലം മുന്നോട്ട് പോകില്ല. കേവലം ബസ്സുകളിൽ സ്ഥിരമായിട്ട് കയറുന്ന യാത്രക്കാർ വിദ്യാർത്ഥികൾ മാത്രമാണ്. സാധാരണ യാത്രക്കാരും അതുപോലെ തന്നെ സ്ത്രീ യാത്രക്കാരും ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പോൾ സ്വന്തമായിട്ട് അവർ ഇലക്ട്രിക് വാഹനമൊക്കെ രംഗത്ത് വന്നതോടുകൂടി അവരൊക്കെ സ്വന്തം വാഹനങ്ങളിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ബസ്സുകളിൽ കയറുന്ന വിദ്യാർത്ഥികൾ മാത്രമായിട്ട് ഇപ്പോൾ നിലനിൽക്കുകയാണ്. അതുകൊണ്ട് വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്ക് അനിവാര്യമാണ്. അത് വർദ്ധിപ്പിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കിയിരുന്നില്ല. എന്നാലും ജൂൺ 4 ഇപ്പോൾ കോഡ് ഓഫ് കോണ്ടക്റ്റും ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയും. അതിനുശേഷം ഞങ്ങൾ ബഹുമാനപ്പെട്ട മന്ത്രിയെ കണ്ട് ഞങ്ങൾ അദ്ദേഹത്തിനോട് ഞങ്ങളുടെ നിലപാട് വ്യക്തമാക്കും. വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്ക് വർധനവില്ലാതെ ഈ വ്യവസായം മുന്നോട്ട് പോകില്ല എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഈ വിദ്യാർത്ഥികൾ ടിഫിൻ കഴിക്കാനും ഒക്കെ ആയിട്ട് ഒത്തിരി പൈസ ചിലവാക്കുന്നുണ്ട്. പക്ഷേ ബസ്സിൽ മാത്രം ഒരു 2 രൂപ കൂട്ടാൻ എന്താ ബുദ്ധിമുട്ട്? രക്ഷിതാക്കൾ എന്ത് പറയുന്നു? രക്ഷിതാക്കളുമായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ടോ? അല്ല, ഈ വിഷയത്തിൽ രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ മക്കൾ സുരക്ഷിതമായിട്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് എത്തണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സാധാരണ വലിയ കുറേ രക്ഷിതാക്കളൊക്കെ ഇപ്പോൾ ഞങ്ങൾ 1 രൂപയ്ക്ക് കൊണ്ടുപോകുന്ന ദൂരം, അതായത് ഒരു മാസം ഞങ്ങൾ 25 യാത്ര അങ്ങോട്ടും 25 യാത്ര ഇങ്ങോട്ടുമായിട്ട് 50 രൂപയ്ക്ക് ഒരു മാസം ഞങ്ങൾ കൊണ്ടുപോകുമ്പോൾ ഈ രക്ഷിതാക്കൾ 600-700 കൊടുത്ത് കുട്ടികളെ ഈ സ്വകാര്യ യാത്രാമാർഗത്തിലൂടെ കൊണ്ടുപോകുന്നുണ്ട്. ഓട്ടോറിക്ഷകളിലായാലും ടെമ്പോ ട്രാവലർ വിളിച്ചിട്ടായാലും പല രീതിയിലും കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ സാധാരണക്കാരായിട്ടുള്ള യാത്രക്കാർ ആണ് ഇപ്പോൾ ഈ ബസ്സുകളിൽ ഇത്തരത്തിൽ ഈ ബസ്സുകളിൽ കയറി വരുന്ന യാത്രക്കാർ. ഞങ്ങൾ ഇപ്പോൾ അവർക്ക് ഫുൾ ചാർജ് തരണമെന്നൊന്നും ഞങ്ങൾ അവരോട് പറയുന്നില്ല. ഞങ്ങൾക്കൊരു ഡിസ്കൗണ്ട് അവർക്കൊരു ഡിസ്കൗണ്ട് കൊടുക്കുക, അല്ലെങ്കിൽ യാത്രയുടെ ഒരു ഇളവ് കൊടുക്കുക എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഇങ്ങനെ ഈ 1 രൂപയ്ക്ക് 10 രൂപയുടെ ചാർജിൽ 1 രൂപയ്ക്ക് കൊണ്ടുപോകണം എന്നുള്ളത് മാറ്റപ്പെടണം എന്നാണ് പറയുന്നത്. അപ്പോൾ രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ചിലവാക്കുന്ന എല്ലാ മേഖലകളിലും വലിയ വില വർധന നടപ്പിലായി കഴിഞ്ഞു. അവരിപ്പോൾ ഞങ്ങൾ മിനിമം ചാർജ് ആവശ്യപ്പെട്ടത് 5 രൂപയാണ്. അതുപോലും കൊടുക്കാൻ രക്ഷിതാക്കൾ തയ്യാറായില്ല. തങ്ങളുടെ മക്കൾ ഇപ്പോഴും ഈ ബസ്സുകളിൽ കയറി ഈ യാത്രക്കാരുടെയും അത് മറ്റു യാത്രക്കാരുടെയും മറ്റു വിദ്യാർത്ഥികളുടെയും ബസ്സിലെ ജീവനക്കാരുടെയും ഉൾപ്പെടെയുള്ള ആളുകളുടെ ആട്ടും അവരുടെ ചീത്തയെ കൊണ്ട് യാത്ര ചെയ്യേണ്ട സ്ഥിതിയിലേക്ക് വരും. ഇതിന് പ്രത്യേക നിവേദനങ്ങളോ സമരപരിപാടികളോ ആരംഭിക്കുന്നുണ്ടോ? അല്ല, ഞങ്ങൾ കഴിഞ്ഞ ബസ് ചാർജ് വർധനവ് കഴിഞ്ഞ 2022 മെയ്യിലാണ് അവസാനമായിട്ട് ബസ് ചാർജ് വർദ്ധിപ്പിച്ചത്. ഈ ബസ് ചാർജ് വർദ്ധിപ്പിക്കുമ്പോൾ തന്നെ ഞങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്ക് വർധനമായിരുന്നു. അപ്പോൾ ആ ആവശ്യത്തിന് വേണ്ടി ഗവൺമെൻറ് ഒരു കമ്മീഷനെ വെച്ചിരുന്നു. ആ കമ്മീഷൻ മിനിമം ചാർജ് 5 രൂപയാക്കണം. വിദ്യാർത്ഥികൾക്ക് കിലോമീറ്റർക്ക് വിദ്യാർത്ഥികളുടെ മിനിമം ചാർജ് 5 രൂപയാക്കണമെന്നും യാത്രാ നിരക്കിൻ്റെ പകുതിയാക്കണമെന്നും സർക്കാർ തീരുമാനിച്ചതാണ്. സർക്കാരിന് റിപ്പോർട്ട് കൊടുത്തതാണ്. ഗവൺമെൻറ് നിയോഗിച്ച ജസ്റ്റിസ് രാമേന്ദ്രൻ കമ്മീഷനും അതുമാതിരി ഒരു ധനകാര്യ വിദഗ്ധനും ഒരു ഗതാഗത വിദഗ്ധനും ഉൾപ്പെടുന്ന കമ്മിറ്റി സർക്കാരിന് റിപ്പോർട്ട് കൊടുത്തതാണ്. അപ്പോൾ അന്ന് മന്ത്രിയെ കണ്ടപ്പം മന്ത്രി പറഞ്ഞു, ഞങ്ങൾക്ക് ഒരു പഠനം കൂടി നടത്തേണ്ടത് പറഞ്ഞിട്ട് മറ്റൊരു കമ്മീഷനെ വെച്ചപ്പോൾ 2 വർഷത്തോളമായി. ആ കമ്മീഷൻ്റെ റിപ്പോർട്ടും സർക്കാരിന് കിട്ടി എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. സർക്കാർ ഈ കമ്മീഷൻ റിപ്പോർട്ടും വെച്ചിട്ട് ഇപ്പോൾ ഇരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ അന്നും തുടങ്ങിയ സമരമാണ്. ഞങ്ങളിപ്പോൾ ഒരു വിദ്യാർത്ഥി കൺസെഷന് വേണ്ടി യാത്രക്കാരുടെ യാത്രാ ആവശ്യങ്ങൾ
ബുദ്ധിമുട്ടുണ്ടാക്കേണ്ട എന്ന് ഞങ്ങളുടെ കസ്റ്റമേഴ്സാണ് യാത്രക്കാർ, അവരെ ബുദ്ധിമുട്ടിക്കേണ്ട വിചാരിച്ചിട്ടാണ് ഞങ്ങൾ സമരത്തിലേക്കൊന്നും പോവാതിരുന്നത്. പക്ഷേ തുടർന്നുള്ള കാലഘട്ടം ഈ നിലയ്ക്ക് പോയാൽ ബസ്സുകൾ നിർത്തിവെച്ചുകൊണ്ടുള്ള ശക്തമായിട്ടുള്ള സമരങ്ങളിലേക്ക് നീങ്ങാൻ ഞങ്ങൾ നിർബന്ധിതരാവും. ഈ വിഷയം ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ പെരുമാറ്റത്തിൽ ഈ 4-ാം തീയതി റിസൾട്ട് വന്നതിന് ശേഷം ഞങ്ങൾ ബഹുമാനപ്പെട്ട മന്ത്രിയും മുഖ്യമന്ത്രിയും ഉൾപ്പെടെ ഈ മേഖലയുമായി ബന്ധപ്പെട്ട് എല്ലാവരും കണ്ട് ഞങ്ങളെ പ്രശ്നങ്ങൾ അറിയിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. അതിനുശേഷമേ ഞങ്ങൾ ഭാവി പരിപാടികൾ തീരുമാനിക്കുള്ളൂ. സ്കൂൾ തുറക്കുമ്പോൾ കൺസെഷൻ പ്രശ്നങ്ങൾ സ്വകാര്യ ബസ്സുകളിൽ, അപ്പോൾ അതേപറ്റി എന്താ പറയാനുള്ളത്? ഇനിയിപ്പോൾ തിങ്കളാഴ്ച സ്കൂൾ തുറക്കുമല്ലേ, അപ്പോൾ ഈ കൺസെഷൻ പ്രശ്നമായിട്ട് ഒരു കണ്ടക്ടർ എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ നേരിടുന്ന പ്രതിസന്ധികൾ ഒന്ന് പറയാമോ? ഇതിനെപ്പറ്റി പറയണമെന്ന് പറഞ്ഞാൽ ടിക്കറ്റുകൾ മൊത്തം ട്രാൻസ്പോർട്ടിൽ പോകും, വിദ്യാർത്ഥികൾ മൊത്തം നമുക്ക് കിട്ടും. പക്ഷേ അവിടെ കൺസെഷൻ കൊടുക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷേ അവിടെ കാർഡുകളൊക്കെ പാസ്സാക്കിയിട്ടുണ്ടെങ്കിൽ കൊടുക്കാം, കുഴപ്പമില്ല. അതൊക്കെ ഗവൺമെൻറ് അനുവദിക്കുന്ന കൺസെഷൻ കാർഡ് കാണിക്കുകയാണെങ്കിൽ നമുക്ക് കൊടുക്കുന്നത് കുഴപ്പമില്ല. ഇപ്പോൾ ചാർജ് വർധനയെ പറ്റി എന്താണ് പറയുന്നത്? ഇപ്പോൾ ഒരു രൂപയ്ക്കൊക്കെ അല്ലേ പോകണം, ഇത്രയും ഡീസലിനും മറ്റ് ചിലവുകളൊക്കെ കൂടുതലല്ലേ? അത് കാലാസന്ധമായിട്ട് മാറ്റേണ്ട സമയം എപ്പോഴോ കഴിഞ്ഞു. പോലും 1 രൂപയോ 2 രൂപയോ കൊടുത്തു കഴിഞ്ഞാൽ നേരെ ഒരു പുറത്തേക്ക് എറിഞ്ഞിട്ട് പോകും. ഇപ്പോഴും അത് 5 രൂപ കൊടുക്കണം, മാറ്റമില്ലാതെ തുടങ്ങുന്ന കാലത്താണ് ഇപ്പോൾ പോണത്. 5 രൂപ കൊടുക്കാൻ രക്ഷിതാക്കൾ തയ്യാറാണ്. അവർക്ക് തന്നെ മോശക്കേടാത്. പക്ഷെ അവർ തയ്യാറാണെങ്കിൽ പിന്നെ ആരാണ് അത് പാസ്സാക്കാത്തത്? സർക്കാരാണോ? സർക്കാരാണ് അതിനെല്ലാം ഉത്തരവാദി. സർക്കാരാണ്. ആരാണ്? സർക്കാരാണ് അതിന് ഉത്തരവാദി. സർക്കാരാണ് ചാർജ് കൂട്ടാത്തത്. ചാർജ് കൂട്ടുന്നതിനോട് വലിയ അഭിപ്രായം ഇതൊന്നുമില്ല. വിദ്യാർത്ഥികളെ വിദ്യാർത്ഥികൾക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 രൂപ കൊടുക്കാൻ എല്ലാവരും തയ്യാറാണ് നിലവിൽ. ചില പിള്ളേർ കുട്ടികൾ തരുന്നുണ്ട്, ചില കുട്ടികൾ 5 രൂപ തരുന്നുണ്ട്. കാരണം അവരിപ്പോൾ മുതിർന്ന പിള്ളേരൊക്കെ എവിടെയെങ്കിലുമൊക്കെ പോയി കഴിഞ്ഞാൽ അവരൊക്കെ കഴിക്കുന്ന ഭക്ഷണവും ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഈ മൂത്രമൊഴിക്കണമെങ്കിൽ പോലും നമ്മൾ 5 രൂപ കൊടുക്കണം. ഭക്ഷണത്തിനൊക്കെ വലിയ ചാർജ് അവർ കൊടുക്കുന്നുണ്ട്, പക്ഷേ ബസ്സുകാർക്ക് കൊടുക്കാൻ മാത്രം ആവശ്യാനുസരണം പിള്ളേർക്ക് പൈസ കൊടുക്കുന്നുണ്ട്. അവിടെ കയ്യിൽ മൊബൈൽ 30,000 40,000 മൊബൈലും അത് നെറ്റ് അടക്കം റീചാർജ് ചെയ്യണമെങ്കിൽ ഒരു 350-400 രൂപ ഒരു മാസത്തിന് വേണം. അവർക്ക് അതൊന്നും ഒരു പ്രശ്നമില്ല. ബസ്സിൽ കയറി എന്ന് പറഞ്ഞാൽ 1 രൂപ കൊടുത്ത് യാത്ര ചെയ്യാം. ബസ്സുകാർക്ക് കൊടുക്കാനാണ് അവർക്ക് ബുദ്ധിമുട്ട്. രക്ഷിതാക്കളെ കൊടുത്തു നോക്കും. അപ്പോൾ അവരുടെ മനോഭാവം എന്താണെന്ന് രക്ഷിതാക്കളെ അവർക്ക് കൊടുക്കുന്നുണ്ട്. പക്ഷെ എന്നാലും അവരത് ബസ്സുകാർക്ക് കൊടുക്കാതെ അവർ വേറെ രീതിയിൽ ചിലവാക്കാം. അവകാശം എന്ന് പറയുമ്പോൾ നമുക്കൊന്നും പറയാനില്ല. പലരുടെയിലും കാർഡില്ല. 100-ൽ 50% കാർഡില്ല. അവരോട് ചോദിച്ചാൽ ഞങ്ങൾക്ക് യൂണിഫോം ഉണ്ടല്ലോ, അത് എവിടെ നിന്ന് എവിടേക്ക് പോകണമെന്ന് അവർക്ക് തന്നെ അറിയില്ല. അതിനുള്ള വലിയ ടാഗ് ഉണ്ടാവും. എവിടെയെങ്കിലും പഠിക്കുന്ന പിള്ളേരായിരിക്കും. ഒരു സ്കൂൾ തൊട്ട് വീട് ടു സ്കൂള്, ഇതിനുള്ള ഇതൊക്കെയാണ് നമുക്ക് അനുവദിച്ചിട്ടുള്ളത്. ബസ് ചാർജ് വർദ്ധിപ്പിച്ചില്ലെങ്കിൽ ഇതുപോലെ കട്ടപ്പുറത്തിരിക്കും. എത്രയും വേഗം ബസ് ചാർജ് വർദ്ധിപ്പിക്കും.